എല്ലാവർക്കും നമസ്കാരം. ഞാൻ നെയ്യിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നെയ്യ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാറുണ്ടല്ലേ, നമ്മൾ ഫുഡിലും നമുക്ക് പൂജാകർമ്മങ്ങളിലും ഒക്കെ ഡെയിലി നമ്മൾ ഗീ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഗീയുടെ കുറച്ച് ഹെൽത്ത് ബെനഫിറ്റ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾക്കിടയിൽ പലർക്കും ഒരു മിസ്ബിലീഫ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീ കഴിക്കുന്നത് വഴി നമുക്ക് കൊളസ്ട്രോൾ കൂടുന്നു, ഹാർട്ട് ഡിസീസ് കൂടുന്നു, അങ്ങനെ പല അസുഖങ്ങളും ഉണ്ടാകുന്നു എന്നൊരു നമുക്കൊരു മിസ്ബിലീഫുണ്ട്. പക്ഷെ അതിനി വേണ്ട കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും കൂടാൻ പോകുന്നില്ല. പ്രത്യേകിച്ചും കൊളസ്ട്രോൾ എന്ന് പറയുന്നത്, ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അത് നമ്മുടെ ശരീരത്തിൽ വേണം. അതിന് നമ്മളുടെ ഈ ഗീ വളരെയധികം സഹായിക്കും ഗുഡ് കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ, ഗുഡ് കൊളസ്ട്രോൾ ആവാനായിട്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അത് നല്ലൊരു ഗുഡ് കൊളസ്ട്രോൾ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമുക്ക് നമ്മുടെ ഈ ഗീ സഹായിക്കും. ഗുഡ് HDL കൊളസ്ട്രോൾ നമുക്ക് ആവശ്യമാണ്. ഈ LDL ആവശ്യമില്ലാത്ത ബാഡ് കൊളസ്ട്രോൾ നമുക്ക് വേണ്ട. അത് കൂടാനും പാടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ എമൗണ്ടിൽ കഴിക്കുകയാണെങ്കിൽ ഇതൊന്നും കൂടാനും പോകുന്നില്ല. അപ്പോൾ എപ്പോഴും ലിമിറ്റഡ് ക്വാണ്ടിറ്റി എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡെയിലി എംപ്റ്റി സ്റ്റൊമക്കിൽ 1 ടീസ്പൂൺ ഗീ കഴിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, 1 ടീസ്പൂണാണ്, 1 ടേബിൾ സ്പൂൺ അല്ല, 1 ടീസ്പൂൺ. അത് മതിയാവും. അത് തന്നെ വളരെയധികം ഗുണങ്ങൾ ഉണ്ടാക്കും. 1 ടീസ്പൂൺ നമ്മുടെ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കും. ഞാൻ ഇതിൻ്റെ മുന്നിലൊരു വീഡിയോയിൽ പറഞ്ഞു വെള്ളം കുടിക്കുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഡെയിലി എണീറ്റ പാടെ നമ്മൾ ഒരു ഗ്ലാസ് ഹോട്ട് വാട്ടർ കുടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ നെയ്യ് കഴിച്ചതിന് ശേഷം നിങ്ങൾ കഴിച്ചോളൂ. അപ്പോൾ അത് അബ്സോർപ്ഷനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ 1 ടീസ്പൂൺ ഗീ കഴിക്കുന്ന വഴി എന്തൊക്കെ ബെനഫിറ്റ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ എന്തൊക്കെ കമ്പോണൻ്റാണ് അടങ്ങിയിട്ടുള്ളത്? ഈ ഗീയിൽ ധാരാളം omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി റിച്ച് ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ഈ ഗീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വൈറ്റമിൻസാണ്? വൈറ്റമിൻ A, D, E, K എന്നൊക്കെ പറയുന്ന വൈറ്റമിൻസ്, അതായത് ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസാണ് ഈ ഗീക്കകത്തുള്ളത്. അത് നമ്മുടെ ഗുഡ് കൊളസ്ട്രോൾ ഉണ്ടാക്കാനായിട്ട്, ഗുഡ് കൊളസ്ട്രോൾ നമുക്ക് ആവശ്യമുള്ള, ശരീരത്തിന് ആവശ്യമുള്ള ഗുഡ് കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഈ കാഴ്ചശക്തി വർദ്ധിക്കുന്നു, ഇമ്മ്യൂണിറ്റി, നമുക്കൊരു പ്രതിരോധ ശേഷി ഇതുവഴി ഇത് ഗീ കഴിക്കുന്ന വഴി ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഡൈജഷൻ. നമ്മളുടെ ഈ ഗീക്കകത്ത് ബ്യൂട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ബ്യൂട്രേറ്റാണ് നമ്മുടെ സ്റ്റമക്ക് ലൈനിങ്ങിനെ ഇൻഫ്ലമേഷൻ വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ ബ്യൂട്രേറ്റ് എന്ന് പറഞ്ഞ സാധനം അതുവഴി ഇൻഫ്ലമേഷൻ തടയുകയും സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനൽ ലൈനിങ്ങിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ തടയുകയും പല ഡിസീസുകളും അതുവഴി ഉണ്ടാകാതിരിക്കുകയും ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈജഷന് നമ്മളുടെ ഗീ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡൈജഷൻ ഈ ഡെയിലി ഇതുപോലെ ഒരു ചെറിയ എമൗണ്ടിൽ ഗീ കഴിക്കുന്ന വഴി നമുക്കൊരു നല്ല ഒരു ഡൈജഷൻ കിട്ടും. നമുക്ക് പലരുടെയും ഒരു മെയിൻ പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ എന്നുള്ളത്. അതിനും നമ്മൾ കഴിക്കുന്നത് വഴി, ഈ ചെറിയ എമൗണ്ടിൽ കഴിക്കുന്ന വഴി നമ്മളുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ആവുകയും നമ്മളുടെ ഈ കോൺസ്റ്റിപ്പേഷനെ കുറയ്ക്കുകയും ചെയ്യുന്നു. അതായത് നമ്മുടെ ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ 3 വാത പിത്ത കഫമുള്ള, അപ്പോൾ ഈ നമ്മുടെ ഗീക്ക് സ്നിഗ്ധ എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ലൂബ്രിക്കേഷൻ, അതായത് നമ്മുടെ ഡ്രൈനസ്, നമ്മുടെ രൂക്ഷ സ്വഭാവത്തിനെ മാറ്റിയിട്ട് അതിനെ ഒരു ലൂബ്രിക്കേറ്റഡ് ആയിട്ട് ഇത് ആക്ട് ചെയ്യും. അപ്പോൾ രൂക്ഷത കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഡ്രൈനസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾക്കെല്ലാം തന്നെ ഈ ഗീ ഒരു റെമഡിയാണ് കേട്ടോ. അതിൻ്റെ സ്നിഗ്ധ സ്വഭാവം, ആങ്ഷ്യസ്നെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ലൂബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സ്വഭാവം കാരണം തന്നെ വാദം വർദ്ധിച്ചു കൊണ്ടുണ്ടാകുന്ന പല അസുഖങ്ങളെയും ഇത് ഒരു ലിമിറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഗീ കഴിക്കുന്ന വഴി സഹായിക്കുന്നുണ്ട്. അതുപോലെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഈ കാഴ്ചശക്തി, ഇമ്മ്യൂണിറ്റി ഒക്കെ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അകറ്റുമെന്ന് പറഞ്ഞല്ലോ, കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാൻ സഹായിക്കും. കോൺസ്റ്റിപ്പേഷൻ കൂടുന്നത് വഴി നമുക്ക് മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പൈൽസ്. അതും വാദപ്രകോപം കൊണ്ടുണ്ടാകുന്നൊരു അസുഖം തന്നെയാണ് നമ്മുടെ ഈ പൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിപ്പേറ്റഡ് ആവാതെ ഇരിക്കാനും സഹായിക്കുന്നു. അതുപോലെ പൈൽസ് പോലുള്ള രോഗങ്ങൾ നമുക്കൊരു പരിധിവരെ നമുക്ക് ഈ ഗീ കഴിക്കുന്നത് വഴി നമുക്ക് ആ ഒരു സ്നിഗ്ധ സ്വഭാവമുള്ളത് കൊണ്ട് തന്നെ നമുക്കതിന് കുറയ്ക്കാനായിട്ടും അല്ലെങ്കിൽ അതിനൊരു പരിധി വരെ, ഒരു ലിമിറ്റ് വരെ നമുക്കതിനെ ആ
ഡിസീസിനെ തടയാനും അതിൻ്റെ എക്സ്ട്രീമിറ്റിയിലേക്ക് പോകാതിരിക്കാനും ഒക്കെ നമുക്കത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പൈൽസ് പോലത്തെ രോഗങ്ങളൊക്കെ തടയുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ ഗീ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ വളരെയധികം നല്ലതാണ് അല്ലേ. സ്കിൻ നമുക്ക് എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷൻസ് വരെ നമുക്ക് ഈ ഗീ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലൊരു മോയ്സ്ചറൈസേഷൻ ഇഫക്റ്റ് ഉണ്ടാവുകയും ഡ്രൈനെസ് തടയുകയും നമ്മുടെ ശരീരത്തിൽ മോയ്സ്ചർ നിലനിർത്താനും ഒക്കെ ഈ ഒരു ഗീ കഴിക്കുന്നത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹെയർ ഒരു ഷൈനിങ് ആയിട്ടിരിക്കാനും ബ്രിട്ടിൽനെസ് എക്സ്ട്രീം ഡ്രൈനെസ് കൊണ്ട് മുടിയൊക്കെ പൊട്ടിപ്പോകുന്ന അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ സ്കാൽപ്പിൽ എന്തെങ്കിലും ഡ്രൈനെസ് കൊണ്ട് ഇച്ചിനെസ് ഡാൻഡ്രഫ് അതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഗീ ഹെൽപ്പ് ചെയ്യുന്നു. ഗീ കഴിക്കുന്നത് വഴി ഇതൊക്കെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ വൈറ്റമിൻ കെ ഇതിലുള്ളത് കൊണ്ട് തന്നെ കാൽഷ്യം അബ്സോർപ്ഷൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ബോൺസിനെയൊക്കെ നല്ല സ്ട്രെങ്തി ആക്കി വയ്ക്കാനായിട്ട് ഈ ഗീ സഹായിക്കുന്നുണ്ട്. പല ആർത്രൈറ്റിസ് പോലത്തുള്ള പ്രോബ്ലംസിനെയൊക്കെ ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് അതിൻ്റെ സിംറ്റംസിനെയൊക്കെ കുറയ്ക്കാനായിട്ടും അത് വരാതിരിക്കാനും ഒക്കെ ഡെയിലി നമ്മൾ ഈ ഗീ കഴിക്കുന്നത് വഴി വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അങ്ങനത്തെ ബോൺ സംബന്ധമായ ബോൺ മാസൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവാനും നമ്മുടെ ബോൺ സ്ട്രെങ്ത് വയ്ക്കാനും ഒക്കെ ഈ ഗീ കഴിക്കുന്നത് വഴി നമുക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത്തരം ഡിസീസുകളിൽ നിന്നൊക്കെ നമുക്ക് ഒരു ഗീ ഡെയിലി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അളവ് കൂടാൻ പാടില്ല കേട്ടോ. എപ്പോഴും മിതമായിട്ടുള്ള ഒരു എടുത്തിൽ മാത്രമേ നമ്മൾ ഗീ കഴിക്കാൻ പാടുള്ളൂ. നമ്മൾ ഈ ഹാർട്ടിന് വരിക്കും പ്രോബ്ലം എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ആക്ച്വലി ഈ ഹാർട്ടിന് സഹിതം ഒരു ലിമിറ്റഡ് എമൗണ്ടിൽ ഗീ കഴിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഹാർട്ട് എന്നാണ് പറയുന്നത്. ഹാർട്ട് ഡിസീസസിലും ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഹാർട്ടിൻ്റെയൊക്കെ എക്സ്ട്രീം നമ്മളെന്താ പറയുക, നമുക്കിപ്പോൾ പലതും ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് നമ്മൾ ഹാർട്ടിനൊക്കെ നല്ല ഹൃദ്രോഗികളായിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്കിത് അവോയ്ഡ് ചെയ്യണം. നമ്മളൊരു ചെറിയ അളവിൽ പോലും എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ പറയുന്നത് ഹൃദയത്തിനെ നല്ല പമ്പിങ്ങിനും ഒക്കെ നല്ല ഹൃദയത്തിന് നല്ലതാണ്. അപ്പോൾ ഹൃദയം നമ്മൾ ഹാർട്ട് ഡിസീസ് ഉണ്ടാവും എന്നല്ല ഇത് പറയുന്നത്. ഹാർട്ട് ഡിസീസ് തടയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഗീ ഹാർട്ടിന് നല്ലതായതുകൊണ്ട് തന്നെ ഹാർട്ട് ഡിസീസൊക്കെ തടയാനായിട്ട് സഹായിക്കും. പക്ഷേ നമ്മൾ കുറേ പേര് ഇത് അവോയ്ഡ് ചെയ്യുന്നത്. നമ്മൾ എക്സ്ട്രീം കാർഡിയാക് പേഷ്യൻ്റാണ്, നല്ല രീതിയിൽ കാർഡിയാക് പ്രശ്നങ്ങളുള്ള ആളാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്കിന്നിന് പിമ്പിൾസ് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാർ, നല്ല രീതിയിൽ കിഡ്നി പ്രോബ്ലംസ് ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർ, ലിവർ അസുഖങ്ങളുള്ളവർ, അങ്ങനെ കുറേ നമുക്ക് നല്ല കൂടി നിൽക്കുന്നൊരു കണ്ടീഷനാണ്. നമ്മൾ പല 3rd 4th സ്റ്റേജൊക്കെയാണ് നമ്മളുടെ ഡിസീസ് അത്രയും മോശമാണ്, വർഷങ്ങളായിട്ട് നമുക്ക് അത്രയും ഉണ്ട് എന്നൊക്കെ ഉള്ളവർ നമുക്ക് ഈ ചെറിയ അളവ് പോലും വേണ്ടെന്ന് വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ല. എല്ലാം ഇപ്പം അസുഖങ്ങളില്ലാത്ത ആൾക്കാരില്ലല്ലേ. ഹാർട്ട് ഡിസീസ് ആയാലും ശരിയാണ്, എന്ത് അസുഖങ്ങൾ അതൊക്കെ നമുക്കറിയാമല്ലോ. നമുക്കൊരു ഡോക്ടറിനെ കാണുമ്പോൾ നമുക്കത് എത്രത്തോളം അത് മൂർച്ഛിച്ച അവസ്ഥയിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതൊന്നും അല്ല, സ്റ്റാർട്ടിങ് സ്റ്റേജൊക്കെ ആണെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഗുണമേ ഉള്ളൂ, അതിന് ദോഷമൊന്നും ഇല്ല. പക്ഷെ നമ്മളത് കുറച്ച് കൂടിയ കണ്ടീഷനാണ്, എക്സ്ട്രീം കേസസ് ഒക്കെ ആണെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഈ ഗീ നമ്മൾ മെഡിക്കേറ്റഡ് ഫോംസിൽ നമ്മൾ ആയുർവേദത്തിൽ പല സ്ഥലങ്ങളിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിക്കാൻ തർപ്പണം പോലുള്ള ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ധൂമമായിട്ട് നമ്മുടെ തുണിയിൽ നമ്മൾ ഗീ പുരട്ടിയിട്ട് സ്മോക്കിംഗ് ഒരു ടെക്നിക്കായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇൻഫെർട്ടിലിറ്റി കേസസിൽ മെഡിക്കേറ്റഡ് ഗീ ആണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൊടുക്കുന്നത്. അങ്ങനെ പല ഇതിൽ നമ്മൾ പഞ്ചകർമ്മ പ്രൊസീജിയറായിട്ട് വാമനകർമ്മങ്ങളിൽ ഘൃതപാനം, നെയ്യുടെ പാനം കൊടുക്കാറുണ്ട്, മെഡിക്കേറ്റഡ് ഗീ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒട്ടനവധി ഡിസീസുകൾക്ക് നമുക്ക് ഈ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗീ ഘൃതത്തിൽ ഉണ്ടാക്കുന്ന മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇത് നമ്മൾ ഫോർമുലേഷൻസ് പല അസുഖങ്ങളിലും കൊടുക്കാറുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ശ്രദ്ധിക്കേണ്ടത് മിൽക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് സോഴ്സ് ന്യൂട്രിയൻസ്, മിനറൽസ്, വൈറ്റമിൻസ് ഒക്കെയാണ്. ചില കുട്ടികൾ പാല് കുടിക്കത്തില്ല, അല്ലെങ്കിൽ ചില ആൾക്കാർ അലർജി ഉള്ള ആൾക്കാരുണ്ട്, ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാരുണ്ട് അല്ലേ. ഈ ഗീ എന്ന് പറയുന്നത് ലാക്ടോസും കസീനും കംപ്ലീറ്റ്ലി ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ നമുക്ക് മിൽക്ക് അലർജി ഉള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ മിൽക്ക് കുടിക്കാത്ത ആൾക്കാരിൽ ധൈര്യമായിട്ട് നമുക്ക് ഗീ കൊടുക്കാവുന്നതാണ് കേട്ടോ. അതും ഒരു ബെനഫിറ്റാണ്. പിന്നെ കുഞ്ഞു മക്കൾക്കൊക്കെ വിശപ്പ് വർദ്ധിക്കാനായിട്ടും
കുഞ്ഞുമക്കൾക്കെന്നല്ല വലിയവർക്കായാലും ഉപയോഗിക്കാം, വിശപ്പ് കൂട്ടാനായിട്ടും. നമ്മുടെ ശരീരഭാരം കുറവുള്ള മക്കളൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ കുറച്ച് ശരീരഭാരം വർദ്ധിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ നെയ്യൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഡെയിലി നമുക്ക് നോർമലായിട്ടുള്ള എല്ലാവർക്കും നമുക്ക് ഒരു ടീസ്പൂൺ യൂസ് ചെയ്യാം. കുഞ്ഞുമക്കൾക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈ നെയ്യ് വരികയാണെങ്കിൽ അവർക്ക് കുറച്ച് ഭാരം ആവശ്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള അളവിൽ നമുക്കത് കൊടുക്കാനും സാധിക്കും. അങ്ങനെ നമ്മളുടെ ഈ ഗീ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു മിറാക്കുലസ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് പല അസുഖങ്ങൾക്കും. നമുക്ക് ഒരുപാട് പേഷ്യൻസ് വന്നിട്ട് നമ്മളിതുപോലെ ഈ ചെറിയൊരു രീതിയിൽ ഇങ്ങനത്തെ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ട്, അതായത് മോർണിംഗ് ഒരു ടീസ്പൂണൊക്കെ ഗീ കഴിച്ചിട്ട് ചെറിയ ചെറിയ പിമ്പിൾസൊക്കെ ഉള്ളവർക്ക് സഹിതം അത് പോകുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. എന്നാൽ ചിലർക്കത് ഭയങ്കരമായിട്ടും വർദ്ധിക്കുന്നതായിട്ട് കാണും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ശരീരം, സ്കിന്ന്, എല്ലാവരുടെയും ബോഡി ഒരേപോലെ റിയാക്ട് ചെയ്യത്തില്ല. എല്ലാവരുടെ ശരീരം ഒരുപോലെ ആയിരിക്കില്ല. സെൻസിറ്റീവായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ടാവും. എക്സ്ട്രീം പിമ്പിൾസ് വരുന്ന അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ചിലപ്പോൾ ഈ ചെറിയൊരു രീതിയിൽ നെയ്യ് കഴിച്ചാലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക. അല്ലാതെ ഈ സ്കിന്നിന് വളരെയധികം ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് ചെറിയ ചെറിയ പിമ്പിൾസ്, പിഗ്മെൻറ്റേഷൻസ് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ചെറിയ പിമ്പിൾസൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഇത് ചെറിയൊരു സ്പൂൺ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചിലർ ചോദിക്കേണ്ടത് ഉരുക്കി കഴിക്കാറാണോ അതോ അങ്ങനെ കഴിക്കണോ, എങ്ങനെയായാലും അതിൻ്റെ ക്വാണ്ടിറ്റി ഈക്വൽ തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ കുറച്ച് എക്സ്ട്രീം കണ്ടീഷൻസൊക്കെ ഉള്ളവർ നമ്മൾ മാക്സിമം അവോയ്ഡ്, നല്ല ശരീരഭാരമുണ്ട്, നിയർലി 90-100 ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഡെയിലി ഒരു ടീസ്പൂൺ കഴിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ കുഞ്ഞു മക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാ ദോശയിലും ഇതിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരു ലഞ്ച് എടുക്കുമല്ലോ, ഫസ്റ്റ് ബോളസിൽ നെയ്യിട്ടിട്ട് അത് കൊടുക്കുക. അതിനുശേഷം നോർമലായിട്ടുള്ള ചോറ് കൊടുത്തോളൂ, കുഴപ്പമില്ല. അത് തന്നെ നമ്മൾ ബാക്കിയുള്ള ഫുഡിന് ദഹിക്കാനായിട്ട് സഹായിക്കും. നമ്മൾ ആയുർവേദത്തിൽ തന്നെ പറയുന്നുണ്ട് ഫസ്റ്റ് ഉരുള അതിൽ നെയ്യ് കുഴച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട്, അപ്പോൾ അവർക്ക് വിശപ്പ് വർദ്ധിക്കാനും ഡൈജഷൻ പ്രോപ്പറാവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബോളസ് മതി. ബാക്കി നിങ്ങൾ നോർമൽ ഫുഡ് കൊടുത്താലും നോർമൽ ചോറ് തന്നെ കൊടുത്താലും ഓക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരു ടീസ്പൂൺ കഴിച്ചു എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. പിന്നെ നമ്മൾ ഈ ദോശയിലും ചപ്പാത്തിയിലും അങ്ങനത്തെ ഫുഡിലൊക്കെ പായസത്തിലും ഒക്കെ നെയ്യ് മിക്സ് ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധ ഒരു ടീസ്പൂൺ ആയിരിക്കത്തില്ല, അങ്ങനെ നമ്മൾ ഒഴിക്കത്തില്ലേ ദോശയിലായാലും ചപ്പാത്തിയിലായാലും. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. ഒരു ടീസ്പൂണൊന്നും കഴിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഡെയിലി ഒരു ടീസ്പൂൺ വരെ കഴിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രത്യേകിച്ചും അത് എംപ്റ്റി സ്റ്റൊമക്കിലാണെങ്കിലാണ് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് കൂടുതലുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും നമ്മളുടെ ഇതുപോലെ ഒരു നെയ്യ് ഡെയിലി ശീലമാക്കുക. ഡെയിലി കഴിക്കാവുന്നതാണ് കേട്ടോ, ഒരു ടീസ്പൂൺ ഡെയിലി കഴിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറൻറ്റ് വരാം. കുറച്ച് ദിവസം കഴിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ചെറിയ രീതിയിൽ ഒക്കെ തോന്നുവാണെങ്കിൽ നമുക്കൊന്ന് നിർത്തിയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യാം. എന്തായാലും ഈ ഗീ കഴിക്കുന്ന വഴി വളരെയധികം ഗുണങ്ങളെ ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ല ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഇതിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഗീ കഴിക്കുവാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഡിസീസസും ഉണ്ടാവും. ഈ ഒരു ചെറിയ അളവെന്ന് പറയുന്നത് ഡെയിലി ഒരു ദിവസം ഒരു ടീസ്പൂൺ എന്ന് പറയുന്നത് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സേ ഉണ്ടാക്കത്തുള്ളൂ. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക, ഒരുപാട് വേണ്ട. ഏറ്റവും ഉചിതം എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, താങ്ക് യു.